നമസ്കാരം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് മന്ത്രി ശ്രീ എ കെ ബാലൻ. നമസ്കാരം. താങ്കൾ നിയമമന്ത്രി എന്ന നിലയ്ക്ക് ഒരു പുതിയ ഉത്തരവാദിത്വം മന്ത്രിസഭയുടെ തുടക്കത്തിൽ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാനത്തെ 4 യോഗങ്ങളിൽ കൂട്ടത്തോടെ ഉണ്ടായ വിവാദ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുന്നു. അതിൻ്റെ കമ്മിറ്റിയുടെ നടപടികൾ ആരംഭിച്ചോ? എങ്ങനെയാണത് മുന്നോട്ട് പോവുക? UDF ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ നടന്ന നിയമവിരുദ്ധ, ക്രമവിരുദ്ധ, സ്വജനപക്ഷപാത നടപടികളാണ് ഇതിന് പ്രേരിപ്പിച്ചത്. പൊതുസമൂഹം അത്തരം തീരുമാനങ്ങളെടുത്ത UDF ഗവൺമെൻറ്റിനെതിരായി ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയിലെ തന്നെ നേതാക്കന്മാർ, ഇപ്പോൾ BD സതീശനെ പോലുള്ളവർ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കേണ്ടി വരും എന്ന സന്ദേശം കൊടുത്തത് ഇത് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് UDF ഗവൺമെൻറ് നേതൃത്വം കൊടുത്തത്. സാധാരണ നിലയിൽ ഏത് തീരുമാനവും ക്യാബിനറ്റ് എടുക്കുന്നതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് ഫയല് നിയമവകുപ്പിൽ വന്ന് മുഖ്യമന്ത്രി കണ്ട് ക്യാബിനറ്റിൽ വരണം. വളരെ എമർജൻസിയുള്ള കാര്യങ്ങളിലെ ഔട്ട് ഓഫ് അജണ്ടയായിട്ട് വരും. ഇവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ മന്ത്രിമാരും കീശയിലുള്ളൊരു കടലാസ് എടുക്കുക, ക്യാബിനറ്റിൽ വെക്കുക, തീരുമാനമാക്കുക, എന്നിട്ട് ഗവൺമെൻറ് ഉത്തരവായിട്ട് കൊടുക്കുക. അപ്പോൾ ഗവൺമെൻറ് തന്നെ ഈ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് സ്വയം ബോധ്യപ്പെട്ട് ചിലതിൽ നിന്നെല്ലാം അവർ പിന്മാറി. അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കേരളത്തിലെ ഭൂപ്രശ്നം, അതായത് തട്ടിപ്പ്, ഭൂതട്ടിപ്പ് കേരള നിയമസഭയിൽ കൊണ്ടുവന്നത് ആദ്യം ഞാനാണ്. ഒരു അടിയന്തര പ്രമേയം വഴി കരുണ പ്ലാന്റേഷൻ എസ്റ്റേറ്റ്, അത് ഭരണപ്രതിപക്ഷ ഭേദമന്യേ ശ്രദ്ധിച്ച് കേട്ട ഒരു പ്രസംഗമായിരുന്നു. അത് അവസാനം മുഖ്യമന്ത്രി ആ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു അന്നത്തെ ലാൻഡ് ബോർഡ് സെക്രട്ടറി മേരിക്കുട്ടി IAS, ഇപ്പോൾ അവർ പാലക്കാട് ജില്ല കലക്ടറാണ്, അവരെ ചുമതലപ്പെടുത്തി. അവരിതെല്ലാം അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇത് ക്രമവിരുദ്ധമാണ്, ഇത് ഭൂപരിഷ്കരണ നിയമത്തിനെതിരാണ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കണം, ഈ രൂപത്തിൽ തെറ്റായിട്ടുള്ള വഴിവിട്ട് പോയ ഉദ്യോഗസ്ഥന്മാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, ശക്തമായ നിലപാടെടുക്കണം എന്ന് നോട്ടിട്ട് കൊടുത്തിട്ട് പോലും ഒരു എടുത്തില്ലെന്ന് മാത്രമല്ല ഈ റിപ്പോർട്ട് പോലും പൂഴ്ത്തി വെക്കാൻ നിർബന്ധിക്കപ്പെട്ടു. ഞാൻ വിവരാവകാശ കമ്മീഷൻ്റെ മുമ്പാകെ പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് എൻ്റെ കൈ കിട്ടുന്നത്. ആ റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ ഞെട്ടിപ്പോകും. എങ്ങനെയാണ് നമ്മളെ കേരളത്തിൽ ഏതാണ്ടത് 876 ഏക്കർ ഭൂമിയാണ്. ഈ 876 ഏക്കർ ഭൂമി എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്തത്? ഇതിൻ്റെ ഒരു വല്ലാത്ത ചിത്രമാണ് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം ഈ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് IG ശ്രീജിത്ത്, ഒരു മിടുക്കനായിട്ടുള്ള IPS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം, ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമിയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും കൊടുക്കാൻ നിർബന്ധിക്കപ്പെട്ടു. 5 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഈ രൂപത്തിൽ തിരിമറി നടത്തിയിട്ടുള്ളത്. അതിൽ ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് പ്രകാരം അദ്ദേഹം 46 കേസെടുത്തു. അതിൽ നോൺ ബെയിലബിളാണ്, ജാമ്യമില്ലാത്ത കേസാണത്. അതിൽപ്പെട്ടതാണ് ഈ കരുണ പ്ലാന്റേഷൻ. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഈ 46 കേസും അദ്ദേഹത്തിന് പ്രൊസീഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പം കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലായ കേരളത്തിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിരവധി ഭൂമികൾ, അതിലേറ്റവും രസകരമായിട്ടുള്ളത് നമ്മുടെ സന്തോഷ് മാധവൻ്റെതാണ്. സന്തോഷ് മാധവൻ നമ്പർ 1 ഫ്രോഡ് സന്യാസിയല്ല, ആർക്കും അറിഞ്ഞുകൂടാത്തത്. 100-200 ഏക്കർ ഭൂമി ഭൂപരിഷ്കരണ നിയമപ്രകാരം ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുള്ള നെൽപ്പാടം നികത്തി അദ്ദേഹത്തിൻ്റെ ബിനാമിക്ക് വ്യവസായം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഏത് കൊള്ളയാണ്? അതിശക്തമായിട്ടുള്ള പ്രതികരണം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് അവൻ്റെ കയ്യിലേക്ക് പോകും. അപ്പോൾ എങ്ങനെയാണ് ഒരു ജയിൽ പുള്ളിക്ക്, ഒരു ക്രിമിനലിനെ കേരള ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാൻ കഴിയുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്. ഈ രൂപത്തിൽ തന്നെ നിരവധി വഴിവിട്ട തീരുമാനങ്ങളും നിയമനങ്ങളും നടത്തിയിട്ടുണ്ട്.
ഇത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല, UDF തന്നെ ആൾക്കാർ പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുമാണ് ഞങ്ങൾ പരിശോധിക്കുക. അതിലൊരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, രാഷ്ട്രീയമായ ഒരു പ്രതികാര നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകില്ല. നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റവാളികളെ കൊണ്ടുവരിക, എന്നിട്ട് നിയമവ്യവസ്ഥക്കനുസരിച്ച് ശിക്ഷിപ്പിക്കുക. അതല്ലാതെ വേറെ ഒരു രൂപത്തിലുമുള്ള പ്രതികാര നടപടികളോ അല്ലെങ്കിൽ വഴിവിട്ട സമീപനമോ LDF ഭാഗത്തുനിന്നുണ്ടാകില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ലാൻഡ്ലെസ്സിന് ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സീറോ ലാൻഡ് പദ്ധതി അവർ കൊണ്ടുവന്നത്. അതിൽ പകുതി പേർക്ക് പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 സെൻറ്റ് ഭൂമിയാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. 3 ലക്ഷത്തോളം ആൾക്കാർക്ക് ഇപ്പോഴും കൊടുക്കാൻ ബാക്കിയാണ് 3 സെൻറ്റ് ഭൂമി. അത്തരം ഒരു സാഹചര്യത്തിലാണ് 5 ലക്ഷം ഏക്കർ ഭൂമി നമ്മളെ കേരളത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് യഥാർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെല്ലാം ഒന്ന് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട പ്രശ്നമാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ അടുക്കള പൊളിച്ച് ശവസംസ്കാരം നടത്തുന്ന ഒരു കേരളം, ഭൂപരിഷ്കരണ നിയമം പാസ്സായ ഒരു സംസ്ഥാനത്ത് ഇതൊക്കെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളെല്ലാം വിഡ്ഢികളാക്കിയല്ലേ. അവർക്കറിയാം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് അത് കഴിയില്ല. കാരണം അത് അടിസ്ഥാന വിഭാഗത്തിൻ്റെ വിചാരങ്ങൾ കണക്കിലെടുക്കാതെ ഒരടി മുമ്പോട്ട് പോകില്ല. അതുകൊണ്ട് ഈ ഭൂമി പ്രശ്നം വളരെ സജീവമായിട്ട് ഇനി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വരും. ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള അതിശക്തമായിട്ടുള്ള നടപടിയായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുക. വിവാദ തീരുമാനങ്ങളിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോയാൽ അതിനെ നോക്കുന്ന, അതിനെ പുനഃപരിശോധിക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം എന്തായിരിക്കും? വിവാദ തീരുമാനങ്ങൾ റദ്ദാക്കും എന്നതാണോ? ഇങ്ങനെ കൂട്ടത്തോടെ എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ച് ഇത് നടപ്പാക്കിയതിൽ ഉള്ള അനീതി, അതിലുള്ള നിയമവിരുദ്ധത അത് അഡ്രസ്സ് ചെയ്യുമോ? ഒരു മന്ത്രിസഭ ഉത്തമ വിശ്വാസത്തോടെ എടുത്തതാണ് എന്ന വാദം, ആ പരിരക്ഷ അവർക്ക് കിട്ടുമോ? അല്ല ഇതിൻ്റെ നടപടിക്രമങ്ങൾക്ക് ഉത്തരവാദികളായവർ നിയമത്തിൻ്റെ മുമ്പിൽ വരുന്ന തരത്തിലുള്ള ആ എക്സ്റ്റൻറ്റിലേക്ക് പോകുമോ? റദ്ദാക്കൽ മാത്രമാണോ? കുറ്റവാളികൾക്കെതിരെ നടപടി ഉണ്ടാകുമോ? ഇത് യഥാർത്ഥത്തിലൊരു ഒഫൻസാണ്, ഒരു ക്രൈമാണ്. ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ അത് വ്യക്തികൾക്ക് മാത്രം അല്ല ബാധകം, ഗവൺമെൻറ്റിനും ബാധകമാണ്. അപ്പോൾ ആ ഗവൺമെൻറ്റിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഇതിന് മറുപടി പറയേണ്ടി വരും. നിയമത്തിൻ്റെ മുമ്പിൽ അവർ ആൻസറബിളാണ്. അതിനുള്ള നിയമ നടപടികളിലേക്ക് പോകാൻ തീരുമാനമുണ്ടാവും ആവശ്യമാണെങ്കിൽ ഷുവറായി നിയമ നടപടികളിലേക്ക് പോകും. നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ നിയമ നടപടികളുടെ ഭാഗമായിട്ടാണ്. അത് ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലായിരിക്കും. അതിലൊന്നും യാതൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അത് കാണുമ്പം തന്നെ തോന്നും നിയമവിരുദ്ധമാണ്. ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് നിയമവിരുദ്ധമാണ് എന്ന് കോൺഗ്രസിൻ്റെ ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ BS സുധീരനെ വിളിച്ചിരുന്നു ഈ ഭൂപ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അദ്ദേഹം തന്നെ എന്നോട് സമ്മതിച്ചതാണ് ഇത് ക്രമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. താങ്കളുടെ മന്ത്രിസഭ അധികാരം ഏൽക്കുന്നത് ഒരു മിന്നുന്ന വിജയത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ്. നിലവിലുള്ള മന്ത്രിസഭയെ, മുന്നണിയെ പുറത്താക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ അധികാരത്തിലെത്തി. ഒപ്പം തന്നെ നല്ല തുടക്കം എന്ന് എതിരാളികളെ കൊണ്ടുപോലും പൊതുസമൂഹത്തെ കൊണ്ടാകെ, മാധ്യമങ്ങളെ കൊണ്ടാകെ പറയിക്കുന്ന തരത്തിലുള്ള ഒരു തുടക്കം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ആ മധുവിധു കാലം അത് ദിവസങ്ങൾ, വളരെ കൃത്യമായി പറഞ്ഞാൽ മണിക്കൂറുകൾ മാത്രമേ നിന്നുള്ളൂ എന്നും തോന്നുന്ന വിധത്തിൽ മന്ത്രിസഭയുടെ ചില തീരുമാനങ്ങളൊക്കെ വിവാദത്തിലേക്ക് പോയി. ചില തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ ചില പരാമർശങ്ങൾ, ചില പ്രതിപാദനങ്ങൾ ഒക്കെ വിവാദത്തിലേക്ക് പോയി. അതിലൊന്ന് മുല്ലപ്പെരിയാറിനെ കുറിച്ച് നടന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം, അതിനെ തുടർന്ന് വിവാദത്തിലായി. എന്തു പറയുന്നു? LDF നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 25-ാം തീയതിയാണല്ലോ, 28-ാം തീയതി രാത്രിയാണല്ലോ ഞങ്ങൾ ക്യാബിനറ്റ് ചേരുന്നത്. ആ ക്യാബിനറ്റിലെടുത്ത സുപ്രധാനമായിട്ടുള്ള 3-4 തീരുമാനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാലോ അത്. അതായത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതാണ്, ഞങ്ങൾ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് പെൻഷൻ വീട്ടിൽ എത്തിക്കലായിരിക്കും. തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളും ആരംഭിച്ചു. നമ്പർ 1. നമ്പർ 2, അഡ്വൈസ് മെമ്മോ കിട്ടിയിട്ട് പോലും നിയമനം ഇല്ല, നിയമന നിരോധനം. യഥാർത്ഥത്തിലുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഗവൺമെൻറ് തീരുമാനിച്ചല്ലോ അഡ്വൈസ് മെമ്മോ കിട്ടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ തൊഴിൽ കൊടുക്കാനും
എവിടെയൊക്കെയാണോ വേക്കൻസി ഉള്ളത് അത് റിപ്പോർട്ട് ചെയ്യാനും. 3, ജിഷ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ നടത്തിയത്? ഈ കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമല്ലേ നടക്കുന്നത്? മാറ്റിയില്ലേ? കേരളത്തിലെ അതിശക്തയായ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ വെച്ചുകൊണ്ടല്ലേ ഇപ്പം അന്വേഷണം നടത്തുന്നത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ. 21 മന്ത്രിമാരെ 19 ആക്കിയല്ലോ. പേഴ്സണൽ സ്റ്റാഫിനെ 25 ആക്കിയല്ലോ. ഓരോ മന്ത്രിമാരും 80 ലക്ഷവും 1 കോടിയും ചെലവ് ചെയ്തിട്ടല്ലേ റിനോവേഷൻ നടത്തിയത് ഇവിടെ. മന്ത്രിമന്ദിരങ്ങൾ ഒന്നും വേണ്ടാന്ന് വെച്ചില്ലേ. അപ്പം തുടക്കമെന്ന് പറയുമ്പോൾ ഒരു നല്ല തുടക്കമായിട്ട് ജനങ്ങൾക്ക് തോന്നി. എന്താന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്യാബിനറ്റിൻ്റെ തീരുമാനം അങ്ങ് ജനങ്ങളിൽ അങ്ങ് നല്ല രൂപത്തിൽ അപ്രീഷിയേറ്റ് ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ ഡൽഹി യാത്രയും അതിൻ്റെ ഭാഗമായിട്ട് വന്ന തീരുമാനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അപ്ലോസ് ചെയ്തിട്ടുള്ള കാര്യമല്ലേ. നിങ്ങളീ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ ഇത് വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല. ഡാം പണിയണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷിതമാണ് എന്ന് കേരളത്തിലെ തന്നെ ഒരു ചീഫ്, നമ്മുടെ ഒരു സുപ്രീം കോടതി ജസ്റ്റിസ് KT തോമസ് അംഗമായ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ഫൈൻഡിങ്സിൻ്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി ഈ ഒരു നിലപാടെടുത്തത്. ഏത് നിലപാട്? ഡാം സുരക്ഷിതമാണെന്ന്. ആരുടെ കാലഘട്ടത്തിലാണ് ഡാം സുരക്ഷിതമാണ് എന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതും കോടതിൻ്റെ വിധി വന്നതും ഞങ്ങളുടെ കാലഘട്ടത്തിലാണോ? ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. അതിലുള്ള എല്ലാ വെള്ളവും താങ്ങാൻ ഇടുക്കി ഡാമിന് പറ്റും എന്ന് അഡ്വക്കേറ്റ് ജനറൽ അഫിഡവിറ്റ് കൊടുത്തത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയായി. എനിക്ക് പോലും ആ വെള്ളത്തിൻ്റെ കണക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഡാമിൻ്റെ ഫുൾ സ്ട്രെങ്ത് 78 TMC, പരമാവധി വെള്ളപ്പൊക്കമുണ്ടായാൽ പോലും 62 TMC വരും. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 10 വരൂ, 62 10 72. എന്നാലും 6 TMC വെള്ളം താങ്ങാനുള്ള ഡാം അവിടെ ഉണ്ട്. ആരാ കൊടുത്തേനു? കേരള നിയമസഭയിൽ ഞാൻ പറഞ്ഞത് ഈ അഡ്വക്കേറ്റ് ജനറലിനെ നിങ്ങൾ ഇവിടെ വിളിച്ച് വരുത്തണം. എന്ത് കണക്കാണ് കൊടുത്തത്? ഡാം അങ്ങിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം മാത്രമാണോ വരിക? വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം പിന്നെ സമ്മർദ്ദങ്ങളും കുത്തിയൊടിക്കലല്ലേ വരിക. ഇതൊന്നും പറയാതെ ഈ ഒരു അഫിഡവിറ്റ് കൊടുത്തത് ഒറ്റ കാരണത്തിലല്ലേ കരുണാനിധിയും ജയലളിതയും പരസ്യം കൊടുത്തത്. കേരളത്തിൽ അഡ്വക്കേറ്റ് ജനറൽ അടക്കം ഇങ്ങനെ പറഞ്ഞില്ലേ അദ്ദേഹത്തെ ശാസിക്കാൻ വേണ്ടിയിട്ട് ഇവരെ വിളിപ്പിച്ചു. ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്നും നടന്നില്ല. അങ്ങനെയുള്ള ഒരു നിലപാടെടുത്ത ഗവൺമെൻറ് ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ അകത്തുള്ളൊരു ഒരു തലയുണ്ടല്ലോ, അത് ഇടതുപക്ഷത്തിനെതിരാക്കാൻ വേണ്ടി പിണറായി വിജയൻ്റെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വസ്തുതാപരമായിട്ടുള്ളൊരു പരാമർശത്തെ വളച്ചൊടിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇത് കേസാണ്, സുപ്രീം കോടതി വിധി വന്നു, അത് എക്സ്പേർട്ട് കമ്മിറ്റിയുടെ, അതും കേരളത്തിലുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജി അംഗമായിട്ടുള്ള കമ്മിറ്റിയുടെ ഫൈൻഡിങ്സിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി അത് മാറ്റണമെങ്കിൽ വേറെ കമ്മിറ്റി പരിശോധിക്കണം, എന്നാലേ സുപ്രീം കോടതിൻ്റെ വിധി മാറൂ. ആ പുതിയ റിയാലിറ്റിയാണ് പറഞ്ഞത്. അതൊരു റിയാലിറ്റിയാണ്, അതൊരു സത്യമാണ്. അതിനിങ്ങനെ വളച്ചൊടിക്കുകയാണ്, തെറ്റായിട്ടുള്ള രൂപത്തിൽ വളച്ചൊടിക്കുകയാണ്. മുല്ലപ്പെരിയാർ സംബന്ധിച്ച കേരളത്തിന്റെ ഒരു നിലപാടും ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. അത് മാത്രമല്ല, വെള്ളം അവർക്കും സുരക്ഷ നമുക്കും വേണം. ഇതാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള UDFും LDFും തമ്മിൽ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള പൊതു കോൺസെൻസസ് ഇതാണ്. ഈ കോൺസെൻസസിൽ എത്തുന്നതിൻ്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ ഞങ്ങൾ അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ജലസേചന വകുപ്പ് മന്ത്രിയെയും മൂലക്കിരുത്തിയിട്ടുണ്ട്, കുറ്റം സമ്മതിക്കാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞ ചർച്ച തമിഴ്നാടുമായിട്ട് നടക്കുകയാണെങ്കിൽ കേരളത്തിന്റെ നിലപാട് വെള്ളം നിങ്ങൾക്കും സുരക്ഷ ഞങ്ങൾക്കും അത് തന്നെയായിരിക്കും. അക്കാര്യത്തിലത്തെ യാതൊരു സംശയമോ, വെള്ളം അവർക്കും സുരക്ഷ നമുക്കും, അതിൽ നിന്നും ഒരു മാറ്റവും ഇല്ല. ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ, തുടക്കാങ്ങ് നന്നായി എന്ന്. ഇനിയിപ്പോൾ ആ ഇമേജ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില കുച്ചിണ്ടുകൾ ഉണ്ടാവും. അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഈ അതിരപ്പള്ളീൻ്റെ പ്രശ്നം എന്താ? 3 പ്രാവശ്യം
പരിസ്ഥിതി ക്ലിയറൻസ് കിട്ടിയതാണ്. ഇത്രയും ക്ലിയർ ചെയ്ത ഒരു പദ്ധതി നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും രൂപത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടോ? പാരിസ്ഥിതിക പ്രശ്നങ്ങളെല്ലാം നോക്കേണ്ട കമ്മിറ്റി നോക്കിയിട്ടല്ലേ ഇത് ക്ലിയർ ചെയ്ത്? ഇത് AKG സെൻറ്ററിൽ നിന്നോ KPCC ഓഫീസിൽ നിന്നോ ആണോ സാങ്ഷൻ കൊടുത്തത്? അല്ലല്ലോ. UDFൻ്റെ കാലഘട്ടത്തിലും LDFൻ്റെ കാലഘട്ടത്തിലും കേന്ദ്രത്തിൽ അവർ ഭരിക്കുന്ന സമയത്തും UDF ഭരിക്കുന്ന സമയത്തും ഇപ്പം BJP ഭരിക്കുന്ന സമയത്തും ക്ലിയർ ചെയ്തൊരു പദ്ധതിയാണ്. CPI ആണ് എതിർപ്പുമായിട്ട് രംഗത്ത് വന്നത്. CPI അടക്കം ആ അഭിപ്രായം പറഞ്ഞവരടക്കം കുറെ പേര് ഇതിനെതിരെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൻ്റെ മുക്കിലും മൂലയിലും ഞാൻ പ്രചരണം നടത്തിയതാണെന്ന്. ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് ഒരു എതിരഭിപ്രായം അന്നുണ്ടായിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയും, എൻ്റെ വിശദീകരണത്തോടു കൂടി തന്നെ ഏതാണ്ട് അവർ അന്ന് കൺവീൻസിങ്ങാണ്. ഈ പൊരിക്കൽകുത്തിൽ ഈ കാഡർ കമ്മ്യൂണിറ്റി താമസിക്കുന്ന ഊരിൽ ഞാൻ പോയതാണ്. ഒരാളൊരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇനിയും എതിർപ്പുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ ഈ പദ്ധതിയായിട്ട് നടപ്പിലാക്കൂ. അതേസമയത്ത് എല്ലാ പാർട്ടിയിലും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ആശങ്ക ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ CPMൻ്റെ ഉള്ളിൽ തന്നെ ശാസ്ത്രീയമായും ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ ആശങ്കയുണ്ട്. CPIയിലും ഉണ്ട്, കോൺഗ്രസ്സിലും ഉണ്ട്, അതെല്ലാ പാർട്ടിയിലും ഉണ്ട്. അതുകൊണ്ട് ഇതിനെ അനുകൂലിക്കുന്നത് LDFിലെ CPIM, എതിർക്കുന്നത് CPI. ശരിയല്ല. കാരണം അവരുടെ അഭിപ്രായം പറയാൻ അതിനകത്ത് ഇത് ഒരു കൺഫ്രണ്ടേഷൻ നടക്കേണ്ട ഒരു ആശയമല്ലേ. വിവാദങ്ങൾ മാറ്റിവെച്ച് താങ്കളുടെ വകുപ്പുകളിലേക്ക് വരികയാണെങ്കിൽ നിയമവകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. എന്തൊക്കെയാണ് ഒരു മുൻഗണന വകുപ്പിൻ്റെ എന്ന് തീരുമാനിക്കാൻ സമയമായോ? തീരുമാനിച്ചോ? യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. ഒരു പ്രസൻറ്റേഷൻ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. പക്ഷേ കുറേ കേസിൽ പ്രതിയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ചാപ്പക്ക് സമാണ് പല കോടതികളും. കക്ഷിക്കിരിക്കാൻ സ്ഥലമില്ല, പ്രതിക്കിരിക്കാൻ സ്ഥലമില്ല, വിറ്റ്നസ്സിനിരിക്കാൻ സ്ഥലമില്ല. വക്കീലുമാർ തന്നെ ഒരു വക്കീലിൻ്റെ മടിയിലാണ് മറ്റൊരു വക്കീൽ ഇരിക്കുക. കോടതി മുറിയിൽ പോയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. മജിസ്ട്രേറ്റിനാണെങ്കിൽ ഈ എഴുതുന്ന സമയത്ത് ഫൈന് ഉണ്ടാകില്ല. എഴുതുന്ന സമയത്താണ് കൊതുകിനെ തട്ടുക. കോടതി എന്ന് പറഞ്ഞാൽ കോടതിൻ്റെ അന്തരീക്ഷം എങ്ങനെയായിരിക്കണം? ഇന്ന് കോടതിൻ്റെ അന്തരീക്ഷം ഉണ്ടോ? എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ആ അന്തരീക്ഷം ഒന്ന് മാറ്റണം. അതിന് ഞാൻ ലോ സെക്രട്ടറിയോട് പറഞ്ഞു, നിങ്ങൾ ഹൈക്കോടതി രജിസ്ട്രാറോട് ചോദിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുക പ്രാഥമികമായിട്ട്. ഞാൻ വലിയ കാര്യത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഇതിന് ഒരു മുൻഗണന ഞാൻ കൊടുക്കും. ഒരു പശ്ചാത്തല സൗകര്യങ്ങൾ. രണ്ട്, നമ്മൾ അഡ്വക്കേറ്റുമാരുടെ സ്ഥിതി. ഈ പാവങ്ങൾ ഈ പ്രാക്ടീസ് വക്കീലായിട്ട് ആദ്യത്തെ 3-4 കൊല്ലമൊന്നും നാക്കാപ്പിച്ച കിട്ടില്ല. 10 പൈസ ചായ കുടിക്കാനുണ്ടാവില്ല. അവർക്കൊരു സ്റ്റൈപ്പൻഡ് കൊടുക്കാനുള്ള പദ്ധതിയെ സംബന്ധിച്ച് മനസ്സിൻ്റെ അകത്തുണ്ട്. തുടക്കക്കാലത്ത് തന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് സാംസ്കാരിക വകുപ്പാണ്. എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വകുപ്പാണ്. എന്തെങ്കിലും അവിടെ ആലോചിച്ചോ? സാംസ്കാരിക രംഗത്തെ ഒരു പ്രശ്നം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതിന്ന് ഒരു മൂലധന ശക്തികളുടെ ഒരു സബ്സിഡറി ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മനുഷ്യനെയൊക്കെ അളക്കുന്നത് ജാതിൻ്റെയും മതത്തിൻ്റെയും ഭാഗമായിട്ടാണ്. വർഗീയത നല്ല രൂപത്തിൽ സ്വാധീനിക്കുന്നുണ്ട്, മതബോധം നല്ല രൂപത്തിൽ സ്വാധീനിക്കുന്നുണ്ട്, അന്ധവിശ്വാസങ്ങൾ നല്ല രൂപത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബദൽ സാംസ്കാരിക നയം, ഞാനിപ്പോൾ അതിലൊന്നും ഒരു എക്സ്പേർട്ടല്ല, കാരണം ഞാൻ ഇന്നേ വരെ കൈവച്ചൊരു മേഖലയല്ലത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആൾക്കാരുടെ നല്ല അഭിപ്രായങ്ങൾ കേട്ട് ഒരു സാംസ്കാരിക ബദൽ നയം രൂപപ്പെടുത്തുന്നതിന് ശ്രമിക്കും. താങ്കളുടെ അടുത്ത പ്രധാനപ്പെട്ട വകുപ്പ് SC/ST OBC ക്ഷേമ വകുപ്പാണ്. അവിടെ വലിയ പ്രശ്നങ്ങൾ ഉള്ള ഒരു ജനവിഭാഗത്തിന് പ്രതിനിധാനം നമ്മുടെ അടിസ്ഥാന വിഭാഗമാണല്ലോ ഈ പാവങ്ങൾ. കഴിഞ്ഞ LDFൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ കുറേ കാര്യം ചെയ്തു. ഞാൻ തന്നെ ഈ അട്ടപ്പാടി ഊരുകളിൽ പോയി അവരുടെ തിണ്ണയിൽ കിടന്ന് അവർ തരുന്ന ഭക്ഷണം കഴിച്ച് കുറേ നടപടികൾ ഞാനന്ന് എടുത്തിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് 2 സ്പെഷ്യലൈസ്ഡ് ആശുപത്രി നല്ലൂർ നാടിൽ, വയനാടിലും അട്ടപ്പാടിയിലും തുടങ്ങിയതാണ്. അത് അവിടെയെല്ലാം ഇവർ നശിപ്പിച്ച് തരിപ്പണാക്കി. പോഷകാഹാരമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് നമുക്ക് ഉറപ്പ് വരുത്തണം. അത് ഈ റേഷൻ കടയിൽ പോയിട്ട് ഈ പാവങ്ങളൊന്നും അരിയൊക്കെ വാങ്ങി ഭക്ഷണം ഉണ്ടാക്കാനൊന്നും കഴിയില്ല. എവിടെയെങ്കിലും
പിന്നെ ഒതുങ്ങി അവിടെ കിടക്കും, കയ്യിൽ കാശുണ്ടാവില്ല. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു എല്ലാ ഊരുകളിലും ഈ പാചകം ചെയ്ത കമ്മ്യൂണിറ്റി കിച്ചൺ വഴി പാചകം ചെയ്ത പോഷകാഹാരവും കിറ്റായിട്ട് എത്തിക്കുക. അവർ 2 നേരം ഭക്ഷണം എത്തിയ ഒരു 6 മാസം എത്തിയാൽ അവരുടെ ഈ അയഡിൻ പുനഃസ്ഥാപിക്കാൻ പറ്റും. പിന്നെ തൊഴിൽ, പിന്നെ അവരുടെ കൃഷി, പിന്നെ ഞങ്ങൾ കൊടുത്ത ഭൂമി അവർക്കുണ്ടോ ആ പരിശോധന, അത് മുഴുവൻ പരിശോധിക്കും. അത് മുഴുവൻ ഞാൻ പരിശോധിക്കും. എനിക്കിപ്പോൾ തോന്നുന്നത് വെച്ചാൽ അന്ന് ഞങ്ങൾ കൊടുത്ത 26,600 ആദിവാസി കുടുംബങ്ങൾക്ക് 31,000 ഏക്കർ ഭൂമി കൊടുത്തിട്ടുണ്ട്. അന്യാധീനപ്പെട്ടിരിക്കും കുറേ അല്ലേ? ഇപ്പോൾ ഈ ഫോറസ്റ്റുകാർ വന്നിട്ട് ചിലപ്പോൾ ജനറേറ്റിട്ടുണ്ടാവും, അവർക്കറിയില്ലല്ലോ പാവങ്ങൾ. അത് മുഴുവൻ പരിശോധിച്ച് ഞാൻ പരിശോധിക്കും. അപ്പോൾ ഈ കുറേ വകുപ്പുകളൊക്കെ ഉള്ളത്, പിന്നെ ചികിത്സ, അവരുടെ വീടുകളുടെ സുരക്ഷിതത്വമില്ലായ്മ, അതൊക്കെയോ? അതെ. അതിനിപ്പോൾ 506 കോടി രൂപ കേസ് കൊടുത്തു. 25-നല്ലേ സത്യപ്രതിജ്ഞ. 27-ാം തീയതി ഞാൻ 506 കോടി രൂപ കേസ് കൊടുത്തു. വീടും സ്ഥലവും കല്യാണത്തിനുള്ള സഹായവും. രണ്ടാമത്തെ ദിവസം ഇപ്പോൾ അറിയോ നിങ്ങൾ, OEC വിദ്യാർത്ഥികൾക്ക് 200 കോടി രൂപ സ്റ്റൈപ്പൻഡ് കൊടുക്കാൻ ബാക്കിയാണ്. OEC വിദ്യാർത്ഥികൾ, അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി. 50 കോടി രൂപ പട്ടികജാതിക്കാർക്ക് കൊടുക്കാൻ ബാക്കിയാണ്. ഖജനാവ് 10 പൈസയില്ല. എന്നാൽ അതില്ലാതെ ധനകാര്യ വകുപ്പ് തരാത്തത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്, അതൊട്ട് പറയുന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഐസക്കിൻ്റെ ശ്രദ്ധയിൽ പെടുത്തും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് വന്നിട്ടുണ്ട്. ഈ പാവങ്ങളുടെ സ്റ്റൈപ്പൻഡ്, അതായിരിക്കും പിന്നെ ലംസം ഗ്രാൻഡും, അതുപോലെ തന്നെ പോക്കറ്റ് മണിയും, അതുപോലെ തന്നെ അവരുടെ ഹോസ്റ്റലുകളുടെ ഭക്ഷണവും, അതൊക്കെ നല്ല രൂപത്തിൽ മെച്ചപ്പെടുത്തുന്നതിന് എന്ന് മുതൽ റിസൾട്ട് കണ്ടു തുടങ്ങും ഇതിൻ്റെയൊക്കെ. അതൊക്കെ പെട്ടെന്ന് കണ്ടു തുടങ്ങും. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഒക്കെ പെട്ടെന്ന് കണ്ടു തുടങ്ങും. ഇപ്പോൾ വളരെയധികം ഓക്കെ.